എല്ലാവർക്കും നമസ്കാരം. ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി മരിച്ചാൽ ഒരു നിശ്ചിത കാലയളവിൽ പുല ആചരിക്കാറുണ്ട്. 12 ദിവസമാണ് പുല ആചരിക്കുന്നത്. ഈ കാലയളവിൽ ശേഷമുള്ള ആളുകൾ മരിച്ച വ്യക്തിയുടെ ആത്മാവിൻ്റെ സൽഗതിക്ക് വേണ്ടി, അല്ലെങ്കിൽ നിത്യശാന്തിക്ക് വേണ്ടി, അല്ലെങ്കിൽ പിതൃലോകത്ത് എത്തിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനാപൂർവം മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ബലികർമ്മങ്ങൾ ആചരിക്കുന്നു. ഈ ബലികർമ്മങ്ങളിലെ ഉദകത്തിന് വലിയ ചാലകശക്തിയുണ്ട് എന്ന് പറയുന്നു. ഈ ആത്മാവിനെ ഉയർത്തിവിടാനുള്ള കഴിവുണ്ടത്രേ. ഈ പുല ആചരിക്കുന്ന സമയത്ത് ആരും ക്ഷേത്രങ്ങളിൽ പോകാറില്ല, പൊതുപരിപാടികളിൽ പങ്കെടുക്കാറില്ല, അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ പോകാറില്ല. കാരണം ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള വികാരം, അത് എന്തുമാകട്ടെ, സന്തോഷമാവട്ടെ, സങ്കടമാവട്ടെ, പകയാവട്ടെ, എന്തു തന്നെ ആയാലും അത് ആ വ്യക്തിയുടെ 26 അടി റേഡിയസിൽ പ്രസരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ കടുത്ത മനോവ്യഥയുള്ള സമയത്ത് ക്ഷേത്രത്തിലേക്ക് പോയാൽ ഇദ്ദേഹത്തിൽ നിന്നും ഈ നെഗറ്റീവ് ഫീലിങ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി പ്രസരിക്കും. അത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ വേണ്ടിയാണ് ക്ഷേത്രങ്ങളിൽ പോകാതിരിക്കുന്നത്. ക്ഷേത്രാന്തരീക്ഷം എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജിയുള്ള ഇടമാണ്. അതുകൊണ്ട് തന്നെയാണ് പൊതുപരിപാടികളിലും അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലും പോകാതിരിക്കുന്നതും. എന്നാൽ എത്ര അടുത്ത ആളുകൾ മരിച്ചാലും ചില ആളുകൾക്ക് യാതൊരുവിധ വികാരങ്ങളും ഉണ്ടാവുകയില്ല, ദുഃഖവും ഉണ്ടാവില്ല. ഇത്തരം ആളുകൾക്ക് ക്ഷേത്രത്തിൽ പോകാം, അല്ലെങ്കിൽ പൊതുപരിപാടികളിലൊക്കെ പങ്കെടുക്കാം. അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് നെഗറ്റീവ് ഫീലിങ്സ് പുറപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഈ പുലയുള്ള സമയത്ത് ദുഃഖം അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല, പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെ പറയാൻ കാരണം. ഇനി എന്താണ് പുല എന്ന് നോക്കാം. പുല എന്നാൽ പുനർലയിപ്പിക്കുന്നത്. എന്താണ് പുനർലയിപ്പിക്കുന്നത്? ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ 10 പ്രാണനുകളുണ്ട്. പ്രാണൻ, അപാനൻ, സമാനൻ, വ്യാനൻ, ഉദാനൻ എന്ന 5 പ്രധാന പ്രാണനും നാഗൻ, കൂർമൻ, ക്രകരൻ, ദേവദത്തൻ, ധനഞ്ജയൻ എന്ന 5 ഉപപ്രാണനുമുണ്ട്. ഈ 10 പ്രാണനുകളും ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് അതിൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നു. അതുകൊണ്ടാണ് ശരീരം സജീവമാകുന്നത്. ഇത് ആയുർവേദത്തിലൊക്കെ വളരെ വ്യക്തമായി പറയുന്നു. ശരീരത്തിൽ നിന്ന് ജീവൻ പുറത്ത് കടന്നാലും ചില പ്രാണനുകൾ അല്ലെങ്കിൽ പ്രാണശക്തി 6 മണിക്കൂർ വരെ ശരീരത്തിനകത്തുണ്ടാകും. അതുകൊണ്ടാണ് അവയവദാനം നടത്തുന്നവർ മരിച്ച 6 മണിക്കൂറിനുള്ളിൽ കണ്ണ്, ഹൃദയം, ലിവർ ഇതൊക്കെ എടുക്കണമെന്ന് പറയുന്നത്. ശരീരത്തിൽ നിന്ന് ഏറ്റവും ഒടുവിൽ പുറത്ത് കടക്കുന്ന പ്രാണനാണ് ധനഞ്ജയൻ. ഈ പ്രാണനാണ് മൃതദേഹത്തെ അഴുകാൻ സഹായിക്കുന്നത്. ശരീരത്തിൽ നിന്ന് പുറത്ത് കടന്ന 10 പ്രാണനും ഒന്നിച്ച് ഉയർന്നു പോകുന്നില്ല. ഒരു നിശ്ചിത കാലയളവ് വരെ അത് അന്തരീക്ഷത്തിലുണ്ടാകും. പ്രാണനും അപാനനും 5 ദിവസം വരെ അന്തരീക്ഷത്തിലുണ്ടാകും. വ്യാനനും ഉദാനനും 10 ദിവസം വരെ അന്തരീക്ഷത്തിലുണ്ടാകും. നാഗനും കൂർമനും 41 ദിവസം വരെ അന്തരീക്ഷത്തിലുണ്ടാകും. ക്രകരൻ 1 വർഷം വരെ അന്തരീക്ഷത്തിലുണ്ടാകുമെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാണനുകളെയെല്ലാം ലയിപ്പിച്ച് ഒന്നിച്ച് ഉയർത്തി വിടുന്ന ഒരു കാലഘട്ടമാണ് ഈ പുലയുള്ള സമയം. അതിന് സഹായിക്കുന്നതോ ഈ ബലികർമ്മങ്ങളും. ശേഷക്കാരുടെ മനോഭാവമനുസരിച്ച് എല്ലാവരും പ്രാർത്ഥനാപൂർവം ബലികർമ്മങ്ങൾ ചെയ്താൽ ഈ ആത്മാവിനെ ഉയർത്തിവിടാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. ഇതൊക്കെ ആയുർവേദത്തിലൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മളിതൊന്നും അറിയാതെ എല്ലാം അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബലികർമ്മങ്ങളൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് ഒന്നും അന്ധവിശ്വാസമല്ല,
ഇത്തരം ചടങ്ങുകൾ നമ്മുടെ പൂർവ്വസൂരികൾ പറഞ്ഞു തന്നിട്ട് ഉള്ളതിൻ്റെ പിന്നിൽ വലിയ തത്വമുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഇതൊക്കെ ആചരിക്കണം. എല്ലാവർക്കും നന്ദി.